ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാൻ മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ദിലീഷ് പോത്തൻ, വിജയരാഘവൻ, അനുരാഗ് കശ്യപ്, ഹനുമാൻ കൈൻ എന്നിവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളാക്കി ആഷിഖ് കപൂർ സംവിധാനം ചെയ്തു വന്ന റൈഫിൾ ക്ലബ് എന്ന ചിത്രം കണ്ടതിനു ശേഷം എനിക്ക് അതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ ഇനി നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് വരാം. ചിത്രത്തിന്റെ കഥ 1991 നടക്കുന്നതായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ദയാനന്ദിന്റെ ആ ഒരു ക്ലബ്ബ് കാണിക്കുമ്പോൾ ആ സമയത്ത് വളരെ ഫേമസ് ആയിരുന്ന സൗന്ദര്യ റാണികളായെല്ലാം അറിയപ്പെട്ടിരുന്ന ഇവാൻഡി കാർലിയോയുടെയും മെർലിൻ മൺറോയുടെയും എല്ലാം ചിത്രങ്ങൾ ആ ഒരു ക്ലബിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നതായും, ഇതുകൂടാതെ ഇവരുടെ മേക്കപ്പ് റൂമിലും ആ കാലഘട്ടത്തിലെ വളരെ ഫേമസ് ആയിരുന്ന പാട്ടുകാരുടെയും നടിമാരുടെയും എല്ലാം ചിത്രങ്ങളും മറ്റും കൊടുത്തിരിക്കുന്നതായും കാണാം. ഈ ദയാനന്ദ് അയാളുടെ മക്കളായിട്ടുള്ള ഭീരയെയും ബിച്ചുവിനെയും തനിക്ക് 2 കപ്സ് ഉണ്ടെന്ന രീതിയിലാണ് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഈ കബ്സ് എന്ന് പറയുന്നത് പൂച്ചവർഗത്തിലെ വലിയ ഇനങ്ങളായിട്ടുള്ള സിംഹത്തിന്റെയും പുലിയുടെയും കടുവകളുടെയും എല്ലാം കുട്ടികളെയും അതുപോലെ കരടിയുടെ കുട്ടികളെയും പറയുന്ന പേരാണ്. ഇതുകൂടാതെ അവറാനും ഷാജഹാനും എല്ലാം കാട്ടിൽ വേട്ടയ്ക്ക് പോകുമ്പോൾ അവിടെ ഒരു കടുവ വരുന്നതായും ആ സമയം അവറാൻ ഷാജഹാനോട് ഒരു കടുവ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുകയും ആ സമയം അവിടെ കാണിക്കുന്ന കടുവയിൽ നിന്നും ട്രാൻസിഷൻ ചെയ്തുകൊണ്ട് നേരെ ഈ ദയാനന്ദിന്റെ ക്യാരക്ടറിനെ കാണിക്കുന്നുമുണ്ട്. കൂടാതെ ദയാനന്ദിന്റെ കയ്യിലാണെങ്കിലും ഒരു കടുവയുടെയോ മറ്റോ രൂപത്തിലുള്ള മോതിരം ഇട്ടിരിക്കുന്നതായും കാണാം. സോ ഇങ്ങനെ ഈ ദയാനന്ദിനെയും ബിച്ചുവിനെയും ബീരയെയും എല്ലാം കടുവ, പുലി, സിംഹം തുടങ്ങിയിട്ടുള്ള വന്യമൃഗങ്ങളുമായി ഉപമിച്ചുകൊണ്ടാണ് ചിത്രത്തിൽ പറയുന്നത്. ഇതുകൊണ്ട് തന്നെ ഇവരുടെ ആ ക്ലബ്ബ് കാണിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരിമ്പുലികളുടെയും കടുവയുടെയും എല്ലാം ചിത്രങ്ങളും മറ്റും ആ ക്ലബ്ബിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആ റൈഫിൾ ക്ലബ്ബിലും ഇതുപോലെ തന്നെ ഒരു കടുവയുടെ ചിത്രം അവരുടെ ലോഗോയിൽ കൊടുത്തിരിക്കുന്നതായും ഒരു കരിമ്പുലിയുടെ ശില്പം അവരുടെ ക്ലബിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നതായും കാണാം. സോ ദയാനന്ദും മക്കളുമെല്ലാം എത്തരത്തിലുള്ള വന്യമൃഗങ്ങളെ പോലെ തന്നെയാണോ അതേപോലെ തന്നെ സെയിം രീതിയിലുള്ള ആൾക്കാർ തന്നെയാണ് ഈ റൈഫിൾ ക്ലബിലും ഉള്ളതെന്നാണ് ഇതിലൂടെയെല്ലാം കാണിക്കുന്നത്. ഇതുകൂടാതെ പല രീതിയിൽ ഇവരെ രണ്ടുപേരെയും കണക്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് വാണി വിശ്വനാഥിന്റെ ഇട്ടി എന്ന ക്യാരക്ടർ തന്നെ ഇൻസൾട്ട് ചെയ്തുവെന്ന് ധീര ദയാനന്ദിനോട് പറയുന്ന സമയത്ത് നമുക്ക് അവളെ വയനാട് തൊട്ട് മാംഗ്ലൂർ വരെ നേക്കഡായി നടത്തിക്കൊണ്ടുവരാമെന്ന് ദയാനന്ദ് ബീരയ്ക്ക് വാക്കുകൊടുക്കുന്നുണ്ട്. We'll strip that girl naked and we'll make her run from Wayanad to Mangaluru. Alright? എന്നാൽ ബീര വീണതിന് ശേഷം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ദയാനന്ദ് നേക്കഡായിട്ട് അവിടെ നിന്ന് നടന്ന് ഈ ഒരു ക്ലബിലേക്ക് ചെല്ലുന്നതായി കാണിക്കുന്നു. സോ ദയാനന്ദ് എന്താണോ പറഞ്ഞത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് റൈഫിൾ ക്ലബിൽ എത്തിയപ്പോൾ നടന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. കൂടാതെ ഈ ദയാനന്ദും കൂട്ടരും ഗൺസുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് വരുന്നവരാണ് റൈഫിൾ ക്ലബിലുള്ള ആൾക്കാരെ പോലെ തന്നെ. എന്നാൽ ആകെയുള്ള ഒരു വ്യത്യാസം, ദയാനന്ദും കൂട്ടരും ആ ഗണ്ണിനെല്ലാം വിലയിട്ടുകൊണ്ട് അതിന്റെ കച്ചവടവും മറ്റും നടത്തുമ്പോൾ റൈഫിൾ ക്ലബിലുള്ളവർ ഈ ഗണ്ണിനൊന്നും വിലയിടാൻ സാധിക്കില്ല, ഇതെല്ലാം പിൻഗാമികൾക്ക് കൈമാറി കൊടുക്കുക മാത്രമാണെന്ന് പറയുന്നു. സോ ഇങ്ങനെ പല രീതിയിലും ആ റൈഫിൾ ക്ലബിലുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ ദയാനന്ദിനെയും മക്കളെയും കണക്ട് ചെയ്ത് തന്നെ കാണിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, വിജയരാഘവന്റെ ക്യാരക്ടറിനെ കാണിക്കുന്ന സമയത്ത് അയാൾക്ക് നടക്കാൻ സാധിക്കുന്നില്ല എന്നും 2 വർഷം മുന്നേ പന്നി വെട്ടിയത് മൂലമാണ് തന്റെ കാലിന്റെ സ്വാധീനം പോയതെന്നും പറയുന്നുണ്ട്. സോ ഈ സമയം കഥ നടന്നുകൊണ്ടിരിക്കുന്നത് 1991 ഇതിനിടയിൽ വെച്ച് 1988 നടന്നിട്ടുള്ള സിസിലിയുടെയും അവറാന്റെയും വെഡ്ഡിംഗ് വീഡിയോ കാണിക്കുന്നുണ്ട്. സോ ഈ വീഡിയോയിലൂടെ വിജയരാഘവന്റെ ക്യാരക്ടർ പറഞ്ഞിട്ടുള്ള 2 വർഷം മുന്നെയാണ് തന്റെ കാലിന്റെ സ്വാധീനം പോയതെന്ന കാര്യം ശരിവെക്കുന്നത് പോലെ ഈ 3 വർഷം മുന്നേ നടന്നിട്ടുള്ള സംഭവം കാണിക്കുമ്പോൾ അവിടെ വിജയരാഘവൻ നിൽക്കുന്നതായും ഡാൻസ് കളിക്കുന്നതായിട്ടുമെല്ലാം ആ വീഡിയോയിലൂടെ കാണിച്ചു പോകുന്നുണ്ട്. വിനീത് കുമാറിന്റെ ഷാജഹാൻ എന്ന ആ ഫിലിം ആക്ടറിന് വരുന്ന ലവ് ലെറ്ററുകളും മറ്റും ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. ആ സമയം അവിടെ കുറെ ഫോട്ടോകളും അയാൾ കഴിച്ചിരിക്കുന്നതായി കാണാം. സോ ഇവിടെ വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള ഫോട്ടോ തന്നെ പിന്നീട് ഷാജഹാന്റെ സീനിൽ ഷാജഹാന്റെ മുറിയിൽ വെച്ചിരിക്കുന്നതായും കാണാം. ഈ റൈഫിൾ ക്ലബിന്റെ അകത്ത് ഒരുപാട് തോക്കുകളും മറ്റും ഇരിക്കുന്നതായും അത്തരത്തിലുള്ള തോക്കുകളുടെയും മറ്റും ചിത്രങ്ങൾ കൊടുത്തുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസുകളെല്ലാം അവിടെ എഴുതിയിട്ടിരിക്കുന്നതായി കാണാം. ഇതുകൂടാതെ ചില ഷോട്ടുകളിൽ അവിടെയുള്ള ഭിത്തിയിലായി
പക്ഷികളുടെയും മൃഗങ്ങളുടെയും എല്ലാം ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നതായും കാണിക്കുന്നുണ്ട്. സോ ഇതിൽ മിക്കതും മുള്ളൻ പന്നിയാണെങ്കിലും മുയലാണെങ്കിലും അണ്ണാനാണെങ്കിലും എല്ലാം ഇവർ ഇങ്ങനെ വേട്ടയാടി പിടിക്കും എന്ന് പറയുന്ന കാര്യങ്ങളാണ്. സോ അതിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ആകാം അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ റൈഫിൾ ക്ലബിന്റെ അകത്ത് ഒരുപാട് പഴയ ഫോട്ടോകൾ ഇരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കാണിക്കുന്ന ഫോട്ടോകളെല്ലാം ആ വരുന്ന സീനുമായി കണക്ട് ചെയ്ത് തന്നെയാണ് അവിടെ കാണിച്ചു പോകുന്നത്. അതായത് ഇവർ വെടിയുണ്ടകൾ എണ്ണിക്കൊണ്ട് ദയാനന്ദനുമായി ഫൈറ്റ് തുടങ്ങാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു ഫോട്ടോയിലായി ഒരു കരടിയെ വെടിവെച്ചിട്ടതിനു ശേഷം രണ്ടുപേർ കരടിക്കുട്ടിയെ കബ്ബിനെ എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ പറഞ്ഞു ദയാനന്ദ് മക്കളെ വിശേഷിപ്പിക്കുന്നത് കബ്ബ് എന്നാണ്. സോ അതിലൂടെ ഈ കബ്ബിനെ പിടിച്ചുവെച്ച് തള്ളക്കരടിയെ വീഴ്ത്തിയിരിക്കുന്ന ഈ ഫോട്ടോ ദയാനന്ദുമായി കണക്ട് ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ഭാഗത്ത് കാട്ടിലേക്ക് പോയിട്ടുള്ള അവറാന് മെസ്സേജ് കൊടുക്കാൻ വേണ്ടി സിസിലി പട്ടിയുടെ കഴുത്തിൽ ഒരു ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഈ ബെൽറ്റ് സിസിലി പോയി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവിടെ കാണിക്കുന്ന ഫോട്ടോയിൽ ഒരു പെൺകുട്ടി ഒരു പട്ടിയുമായി നിൽക്കുന്നതായി കാണാം. അതുപോലെ ആ ഫൈറ്റിന് വേണ്ടി സിസിലിയും കുഞ്ഞുമോളും ചേർന്ന് ഒരു TV എടുത്ത് മാറ്റുന്ന സമയത്ത് രണ്ട് സ്ത്രീകളാണെന്ന് തോന്നുന്നു, വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. അവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് ഒരു മൃഗത്തെ വേട്ടയാടി പിടിച്ചിട്ടുള്ള ഒരു മൃഗത്തെയും പിടിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ടേബിളിന്റെ അടുത്ത് നിൽക്കുന്നതായിട്ടുള്ള ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിനെക്കാട്ടിലെല്ലാം ബെസ്റ്റ് ആയിട്ട് ആ സീനുകളുമായി കണക്ട് ചെയ്തു വരുന്ന ബെസ്റ്റ് ഫോട്ടോ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു സീനിലാണ്. അതായത് ഈ സീനിൽ മറ്റുള്ളവരെല്ലാം മരിച്ചതിന് ശേഷം ദയാനന്ദ് അകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭാഗത്ത് വെച്ച് അവറാനും ഗോഡ്ജയും പരസ്പരം രണ്ട് ഭാഗത്തേക്ക് തോക്ക് ചൂണ്ടി നിൽക്കുന്നതായും ആ സമയത്ത് തൊട്ടു പുറകിലുള്ള ഫോട്ടോയിൽ 3 പേർ നിൽക്കുന്നതായും അവർ ആനക്കൊമ്പുകളും കടുവാത്തോലുകളും എല്ലാം പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായും കാണാം. സോ ഞാൻ ആദ്യമേ പറഞ്ഞു ഈ കടുവ എന്ന് ഉദ്ദേശിക്കുന്നത് ദയാനന്ദനെയാണെന്ന്. സോ ദയാനന്ദനെ ഈ വേട്ടക്കാരെല്ലാം ചേർന്ന് കീഴ്പ്പെടുത്താൻ പോകുന്നു എന്ന രീതിയിലാണ് ഇവരുടെ അടുത്തുള്ള ഫോട്ടോയിൽ ദയാനന്ദനെ സൂചിപ്പിക്കുന്ന ആ പുലിത്തോല് പിടിച്ചുകൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നത്. സോ ഇത്തരത്തിൽ ചിത്രത്തിൽ ഉടനീളം അവിടെ കാണിക്കുന്ന ഫോട്ടോകളെല്ലാം തന്നെ ആ സീനുമായി കണക്ട് ചെയ്ത് വരുന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഈ ദയാനന്ദ് നടന്നു കടന്ന് ഒരു സ്ഥലത്ത് എത്തുന്നതായും അവിടെ ആ തോക്കുകളുടെ എല്ലാം ഡീറ്റെയിൽസ് എഴുതിയിട്ടുള്ള ഫോട്ടോയുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് ചിരിക്കുന്നതായും കാണിക്കുന്നുണ്ട്. സോ ഈ സീനം നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ കാണിച്ചിട്ടുള്ള ഫോട്ടോകളെല്ലാം ആ ഒരു സീനുമായി കണക്ട് ചെയ്ത് വരുന്നു എന്നതുപോലെ ഈ തോക്കുകളെല്ലാം ദയാനന്ദിന്റെ തലയുടെ നേരെ നിൽക്കുന്നത് കൊണ്ട് പിന്നീട് സിനിമയിൽ വരുന്ന ദയാനന്ദ് ഒറ്റയ്ക്ക് നിൽക്കുകയും അവിടെയുള്ളവരെല്ലാവരും ദയാനന്ദിന് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന ആ സീനിനെ ഫോർഷാഡോ ചെയ്യുന്നത് പോലെയാണ് ഈ ഫോട്ടോ ഇവിടെ കാണിച്ചിരുന്നത്. അടുത്തത് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് വാണി വിശ്വനാഥ് ഒരു സിനിമയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വാണി വിശ്വനാഥിന്റെ ഇട്ടി എന്ന ആ ക്യാരക്ടറിനെ കുറച്ച് ഹൈപ്പെല്ലാം കൊടുത്തുകൊണ്ട് ഒരു സ്ലോ മോഷൻ സീനിലൂടെ എല്ലാമാണ് കാണിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം മുന്നേ തന്നെ ഈ ഒരു ക്യാരക്ടറിനെ അവിടെ കാണിച്ചിരുന്നു. അതായത് ഷാജഹാനും കൂട്ടരും ആ റൈഫിൾ ക്ലബിലേക്ക് വരുന്ന സീനിൽ തന്നെ വാണി വിശ്വനാഥ് അവിടെ ഇരിക്കുന്നതായി നമുക്ക് കാണാം. ഇതുകൂടാതെ വാണി വിശ്വനാഥിനെ എടുത്തു തന്നെ കാണിക്കുന്നതിന് മുന്നേ മറ്റുള്ളവരെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഷോട്ടുകളിലും വാണി വിശ്വനാഥിനെ ലോങ് ഷോട്ടിലൂടെ നമ്മളെ കാണിച്ചിരുന്നു. സിനിമയിൽ ഒരു ഭാഗത്ത് കൺവിൻസിംഗ് സ്റ്റാർ ഹീരയും മറ്റും വന്നിരിക്കുന്നത് ടൊയോറ്റ എയ്സ് വാഗൻ എന്ന വണ്ടിയിലാണെന്നും കേരളത്തിൽ ഇത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂവെന്നും അയാൾ ലാഹേൽ വക്കച്ചനാണെന്നും പറയുന്നുണ്ട്. കേരളത്തിൽ ആകപ്പാടെ അതുള്ളത് പാലയിലെ ലാഹേൽ വക്കച്ചാന. ഇവിടെ ഇങ്ങനെ ലാഹേൽ വക്കച്ചൻ എന്ന് പറയുന്നത് മോഹൻലാൽ നായകനായി വന്നിരുന്ന പ്രജ എന്ന സിനിമയിലെ NF വർഗീസ് അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു വില്ലൻ ക്യാരക്ടറിനെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ എന്തുകൊണ്ടാണ് ഈ ഒരു ക്യാരക്ടറിനെ തന്നെ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു ലാഹേൽ വക്കച്ചൻ എന്ന ക്യാരക്ടറിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്. നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോടാ? ഗണ്ണ് അതേടാ, ഈ ഒക്കടയിൽ ഇങ്ങനെ ചേടി നടക്കുന്ന 1.5 ചാണിന്റെ പിസ്റ്റലല്ല, ഗണ്ണ്. നല്ല ഡബിൾ ബാരൽ ഗണ്ണ്, ഒരു 10-16 എണ്ണം ഡബിൾ ബാരൽ ഗണ്ണ്. ഈ സിനിമയിലും ഇത്തരത്തിൽ ഗണ്ണുകളെ അല്ലെങ്കിൽ ഡബിൾ ബാരൽ ഗണ്ണുകളെല്ലാം ഒരുപാട് യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അത്തരത്തിൽ വളരെ ഫേമസ് ആയ ഡയലോഗ് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടറിന്റെ ഒരു റെഫറൻസ് ഇവിടെ കൊടുത്തതാകാം. റൈഫിൾ ക്ലബിൽ എത്തിയിട്ടുള്ള ഷാജഹാനും കൂട്ടർക്കും റൈഫിൾ ക്ലബിലെ മെമ്പേഴ്സിനെ അവറാൻ പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് പൊന്നൂസ് എന്ന ക്യാരക്ടർ ഒരു കോൺട്രാക്ടർ ആണെന്നും വളരെ ധനികനാണെന്നും കോടീശ്വരനാണെന്നും എല്ലാം പറയുന്നുണ്ട്. ഇതിനുശേഷം ദയാനന്ദ് ബീരയും മറ്റും തിരക്കി റൈഫിൾ ക്ലബിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെടികൊണ്ട സെന്ന ഹെഗ്ഡയുടെ ക്യാരക്ടർ ഒരു മരത്തിന്റെ അടുത്ത് നിൽക്കുന്നതായും അവിടെയുള്ള ബോർഡിൽ റൈഫിൾ ക്ലബിലേക്കുള്ള വഴിയും തൊട്ടിപ്പുറത്തായി പൊന്നൂസ് റബ്ബർ പ്ലാന്റേഷൻ എന്ന് കൊടുത്തിരിക്കുന്നതായും കാണാം. സോ അവറാൻ പറയുന്നത് പോലെ ആ പൊന്നൂസ് എന്ന ധനികനായിട്ടുള്ള കോൺട്രാക്ടർ വെറും കോൺട്രാക്ടർ മാത്രമല്ല, അയാൾക്ക് ഇത്തരത്തിലുള്ള മറ്റുള്ള ബിസിനസ്സുകളും ഉണ്ടെന്ന് ഈ ഒരു കാര്യത്തിലൂടെ സൂചിപ്പിക്കുന്നു. ദയാനന്ദ് എന്ന ക്യാരക്ടർ രണ്ടാമത് റൈഫിൾ ക്ലബിലേക്ക് എത്തുന്ന സമയം ഈ റൈഫിൾ ക്ലബിന്റെ ലോഗോ കൊടുത്തിട്ടുള്ള ആ ഒരു ഗ്ലാസ്സിലേക്ക് മൂത്രം ഒഴിക്കുന്നതായും ഈ ഒരു കാര്യം അറിയുന്ന അവറാന് ഒരുപാട് ദേഷ്യം വരുന്നത് പോലെയും കാണിക്കുന്നുണ്ട്. സോ ഇതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ഏറ്റവും ഒടുവിൽ അവറാനും മറ്റുള്ളവരും ചേർന്നുകൊണ്ട് ദയാനന്ദിനെ വെടിവെച്ച് ഈ ചില്ല് തന്നെ തകർത്ത് കളയുന്നതായിട്ടാണ് കാണിക്കുന്നത്.
കൂടാതെ ദയാനന്ദ് ആ ചില്ലിലേക്ക് മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിലും അത് ചെന്ന് വീഴുന്നത് നേരെ താഴെയായിരിക്കും. സോ ദയാനന്ദ് വെടിയേറ്റ് അവിടെ ചെന്ന് വീഴുന്നതും അയാൾ ഒഴിച്ചിട്ടുള്ള മൂത്രത്തിൽ തന്നെയാണ്. ചിത്രത്തിന്റെ ഇടയ്ക്ക് വെച്ച് ഇവരുടെ അത്താഴത്തിന് ശേഷം എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഇതിനുശേഷം ഏറ്റവും ഒടുവിൽ ബാക്കി അവശേഷിക്കുന്ന 6 ബുള്ളറ്റുകൾ കാണിച്ചതിന് ശേഷം ഇതുപോലെ അവരൊരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് പോലെ എല്ലാവരും ക്യാമറയിലേക്ക് നോക്കി നിൽക്കുന്നതായി കാണാം. എന്നാൽ ഇതിനു മുന്നേ തന്നെ ദയാനന്ദിനെ കൊല്ലുന്ന ആ സീനിൽ അവരെല്ലാം ക്യാമറയിലേക്ക് നോക്കി നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കൃത്യമായി ആ അത്താഴത്തിന് ശേഷം കാണിച്ച ഫോട്ടോ പോലെ തന്നെ അവരെല്ലാം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. കൂടാതെ അത് കാണിച്ചിരിക്കുന്നതും ഒരു ഫ്രെയിമിനുള്ളിൽ അവരെല്ലാം നിൽക്കുന്നത് പോലെയുമാണ്. സോ ഇതും ആഹാരം കഴിച്ച് സംതൃപ്തി അടഞ്ഞതിന് ശേഷം അവർ ആ ഫോട്ടോ എടുക്കുന്നത് പോലെ ഇവിടെയും എല്ലാ ശത്രുക്കളെയും കൊന്ന് സംതൃപ്തി അടഞ്ഞിരിക്കുന്നു എന്ന രീതിയിൽ ഫോട്ടോ എടുത്തതുപോലെയാണ് കാണിച്ചിരിക്കുന്നത്. കൂടാതെ ഇവിടെ തന്നെ റൈഫിൾ ക്ലബ്ബ് എന്നെഴുതിയിട്ടുള്ള ആ ഗ്ലാസ് പൊട്ടിയതിനു ശേഷം ആ ഗ്ലാസിന്റെ സ്ഥാനത്ത് അവിടെ കാണിച്ചിരിക്കുന്നത് ആ റൈഫിൾ ക്ലബ്ബിലുള്ള അംഗങ്ങളെയുമാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യം, ഇവരെല്ലാം അവസാനം ഇങ്ങനെ നിൽക്കുന്നത് ഒരു ഫോട്ടോ പോലെ കാണിക്കുന്ന സമയത്ത് ആ റൈഫിൾ ക്ലബ്ബിൽ ആ സമയത്തുള്ള എല്ലാ ആളുകളെയും ആ ഫ്രെയിമിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് മുന്നേ ഉള്ള ദിവസം അത്താഴത്തിന് ശേഷം ആദ്യമായി ഇവർ ആ ഫോട്ടോ എടുക്കുമ്പോൾ ഇതിൽ നിന്നും അവിടെ മിസ്സായി പോകുന്ന 2 പേരായിരുന്നു ആ ലവേഴ്സ്. അവർ ആ സമയത്ത് ആ ഫോട്ടോയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടില്ലായിരുന്നു. എന്നിരുന്നാൽ പോലും ഇവർ ഈ ഫോട്ടോ എടുക്കുമ്പോൾ അവരങ്ങോട്ടേക്ക് കയറി വരുന്നതായും അവിടെയുള്ള ഗ്ലാസിന്റെ റിഫ്ലക്ഷനിലൂടെ അവരും ആ ഫോട്ടോയുടെ ഭാഗമായി വരുന്നതായി മനോഹരമായി തന്നെ കാണിച്ചിട്ടുണ്ട്. ഇനി സിനിമയിൽ സംഭവിച്ചിട്ടുള്ള 2 പ്രധാന മിസ്റ്റേക്കുകൾ പറയാം. അതായത് സിനിമയിൽ മമ്മൂട്ടിയുടെ മെത്തേഡ് ആക്ടിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. മൃഗയ സിനിമയ്ക്ക് വേണ്ടി മമ്മൂട്ടി ഒരു ഗുഹയിലോ മറ്റോ പോയി താമസിച്ചെന്നും അതിലൂടെയാണ് ആ ഒരു ക്യാരക്ടറിനെ അത്ര പെർഫെക്റ്റ് ആക്കി ചെയ്യാൻ മമ്മൂട്ടിക്ക് സാധിച്ചതെന്നെല്ലാം ഒരു മാസികയിൽ വരുന്നത് പോലെ പറയുന്നുണ്ട്. അവിടെ ആ മാസികയിൽ പറയുന്നത് മമ്മൂട്ടി എന്ന യുവ പ്രതിഭ എന്നാണ്. സോ യുവ എന്ന വാക്ക് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് യുവാവെന്ന രീതിയിലാണെങ്കിൽ മമ്മൂട്ടിക്ക് ആ സമയം ഏകദേശം 38 വയസ്സുണ്ടായിരുന്നു. സോ അത് വെച്ച് നോക്കുമ്പോൾ അത്തരത്തിൽ പറയാൻ സാധിക്കുകയില്ല. ഇനി ആ സമയം ഉയർന്നു വരുന്ന ഒരു നടൻ എന്ന രീതിയിൽ പറഞ്ഞതാണെന്ന് വെച്ചാലും ആ സമയത്തിൽ തന്നെ മമ്മൂട്ടി അതിനോടകം തന്നെ ഒരുപാട് ഹിറ്റായിട്ടുള്ള സിനിമകളിൽ അഭിനയിച്ച് തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള നടനുമായിരുന്നു. സോ എങ്ങനെ നോക്കിയാലും അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു വാചകം വളരെ ചെറുപ്പമായിട്ടുള്ള നടൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു നടൻ എന്ന രീതിയിലോ ആണ് കൊടുത്തിരുന്നതെങ്കിൽ പോലും ആ ഒരു കാര്യവും മമ്മൂട്ടിയുടെ അപ്പോഴത്തെ കഴിവും വയസ്സും വെച്ചുകൊണ്ട് മാച്ച് ആകാത്തത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതുപോലെ തന്നെ ഷാജഹാൻ എന്ന ആ ഒരു സിനിമാ നടന്റെ ക്യാരക്ടറിനെ കാണിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് സിനിമാ കാസറ്റുകൾ ഇരിക്കുന്നതായി കാണാം. അതിൽ അൻപേ ശിവം എന്ന പേരിലുള്ള ഒരു കാസറ്റ് കൂടി ഇരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഈ അൻപേ ശിവം എന്ന ചിത്രം ഇറങ്ങിയിരുന്നത് 2003-ലാണ്. എന്നാൽ ഈ സമയം ചിത്രത്തിന്റെ കഥ നടന്നുകൊണ്ടിരുന്നത് 1991-ലാണ്. സോ ഏകദേശം 12 വർഷങ്ങൾക്കിപ്പുറം ഇറങ്ങാതിരിക്കുന്ന ഒരു സിനിമയുടെ കാസറ്റാണ് ഈ ഒരു സീനിൽ അവിടെ ഇരിക്കുന്നതായി കാണിച്ചത്. അവസാനത്തേത് ആ വെടിയുണ്ടകളുടെ എണ്ണത്തിലാണ്. ആകെ 45 വെടിയുണ്ടകൾ മാത്രമാണ് ബാക്കിയുള്ളതെന്നും അതിൽ 39 എണ്ണം വെടിവെക്കുന്നുണ്ടെന്നും 6 എണ്ണം മിച്ചം വരുന്നുണ്ടെന്നുമാണ് കാണിക്കുന്നത്. എന്നാൽ അവിടെ ആ സീനുകളിൽ അവർ വെടിവെക്കുന്നത് എണ്ണി നോക്കുകയാണെങ്കിൽ ഏകദേശം 42-44 എണ്ണം തന്നെ വെടിവെച്ച് കളയുന്നതായി കാണിക്കുന്നുണ്ട്. അതിൽ 10-22 എണ്ണം അവസാനം അനുരാഗ് കശ്യപിന്റെ ദയാനന്ദൻ എന്ന ക്യാരക്ടറിനെ മാത്രം വെടിവെച്ച് കളയുന്നതായിട്ടും അതിൽ ഒരാൾ തന്നെ ഒന്നിൽ കൂടുതൽ തവണ വെടിവെച്ച് വെടിയുണ്ടകൾ വേസ്റ്റ് ആക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു കൃത്യം കണക്ക് വെച്ച് വെടിവെക്കുന്നതായിട്ടെല്ലാം കാണിച്ചപ്പോൾ അത് കൃത്യമായി ആ 39 വെടിയുണ്ടകൾ മാത്രം പാഴാക്കുന്നു എന്ന് കാണിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടി മനോഹരമാക്കാൻ സാധിച്ചേനെ. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ. വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.